ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായപ്പോൾ ഹാൽ സിനിമ കേസിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീലുമായി സെൻസർ ബോർഡും കേന്ദ്രവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് വിധിയിൽ പിഴവുണ്ടെന്നും റദ്ദാക്കണമെന്നും സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അച്ചടി മാധ്യമങ്ങളെക്കാൾ സിനിമ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു. അതിനാൽ കടുത്ത നിയന്ത്രണം വേണം. സിനിമയുടെ പ്രമേയവും മിശ്ര വിവാഹ ചിത്രീകരണവും കാരണമാണ് എ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും അപ്പീലിൽ പറയുന്നു. അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അഹമ്മദ് മുജ്തഫയുടെ വിവരങ്ങൾ നൽകാനായി. മുജ്തഫ, ഹാലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ സെൻസർ ബോർഡ് അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ കേസ് ഇന്ന് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നടപടികളാണ് ഇന്നുണ്ടാവുക? ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നേരത്തെ ഒരു വിധി പറഞ്ഞിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട ശേഷം തന്നെയായിരുന്നു അത്തരമൊരു തീരുമാനമെടുത്തത്. അതിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ കോടതിയിൽ ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ചില ഭാഗങ്ങൾ അതൊഴിച്ച് കത്തോലിക്ക കോൺഗ്രസോ അല്ലെങ്കിൽ സെൻസർ ബോർഡോ ഉന്നയിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾ കോടതി ശരിവച്ചില്ല. സ്വാഭാവികമായും സെൻസർ ബോർഡിനെ സംബന്ധിച്ചും മറ്റു കക്ഷികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു ഹാലിലുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പിന്നീടാണ് കത്തോലിക്ക കോൺഗ്രസ് ഒരു അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ഇന്നലെ വൈകുന്നേരം കാക്കനാടുള്ള കളർ പ്ലാന്റ് സ്റ്റുഡിയോയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന് പുറമെ ഈ സിനിമ കാണുന്ന സാഹചര്യമുണ്ടായി. കനത്ത പിഴ ചുമത്തും, ഏതെങ്കിലും തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കനത്ത പിഴ ചുമത്തുമെന്നതുൾപ്പെടെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇന്നിപ്പോൾ കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് ഈ കേസ് വരികയാണ്. കാര്യം ആദ്യം എന്താണോ CBFC മുന്നോട്ട് വെച്ചത്, ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേയധികം 10-15 വരുന്ന മാറ്റങ്ങൾ നിർദ്ദേശിച്ച CBFC അതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവുകയാണ്. സിംഗിൾ ബെഞ്ച് വിധിയിൽ ചില പിഴവുകളുണ്ട്, അത് തിരുത്തണം. സിംഗിൾ ബെഞ്ചിന് അങ്ങനെ ഒരു വിധി പറയാൻ കഴിയില്ല. മാത്രമല്ല CBFC ഉന്നയിച്ച, എതിർകക്ഷികൾ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കാൻ ഈ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഞങ്ങൾ ഒഴിവാക്കാമെന്ന് പറയുന്ന 5-6 ഭാഗങ്ങളിലുള്ള കട്ടുകൾ മാത്രം ഒഴിച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ പുനഃപരിശോധന ആവശ്യമാണ്. പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഏതെങ്കിലും എങ്ങനെയെങ്കിലും സിനിമ എടുക്കാൻ കഴിയില്ല. അത് കൃത്യമായി തന്നെ വളരെ സ്ക്രൂട്ടിനി ചെയ്യേണ്ടതും സെൻസർഷിപ്പിന് വിധേയമാക്കേണ്ടതുമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് CBFCയും കേന്ദ്രവും ഹൈക്കോടതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ സിനിമയ്ക്ക് ചില ഈ സിനിമ പ്രത്യേകിച്ച് ഹാൽ സിനിമ ചില പ്രമേയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ചില രംഗങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ മുതിർന്നവർക്ക് മാത്രം കാണാവുന്നതാണ്. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നൽകുന്നു, അതുകൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നൽകിയത് എന്നൊരു വിചിത്രവാദം കൂടി CBFC ഈ അപ്പീലിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ അപ്പീൽ ഇന്നലെ സിനിമ കണ്ട ശേഷം കോടതി ഇന്ന് കൂടുമ്പോൾ എന്തായാലും കേന്ദ്രത്തിന്റെയും CBFCയുടെയും ഒക്കെ അപ്പീൽ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും കത്തോലിക്ക കോൺഗ്രസിന്റെ അപ്പീലും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക്, ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് രാവിലെ തന്നെ വരുന്നുണ്ട്. ജിൽസി. ശരി മുജ്തഫ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവതരമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സെൻസർ ബോർഡ് കൂടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഹാലിളകിയിരിക്കുന്ന എല്ലാവർക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാര്യം ഇനിയിപ്പോൾ എന്തൊരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം. അച്ചടി മാധ്യമങ്ങളെക്കാൾ സിനിമ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ വേണം എന്നൊരാവശ്യമാണ് ഇതിൽ സെൻസർ ബോർഡ് ഉന്നയിച്ചിരിക്കുന്നത്, ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നിരീക്ഷിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്.